ഇടയിൽ പുറത്തു വരുന്ന ഒരു വലിയ വാർത്ത, ഖത്തറിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഇറാന്റെ മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട്. ഗ്യാസ് വിതരണം നിലച്ച പശ്ചാത്തലം പലയിടത്തുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് പാടങ്ങൾ, ഏറ്റവും വലിയ ഗ്യാസ് പാടങ്ങൾ ഖത്തറിലാണുള്ളത്. നമുക്കറിയാം ഇത്തരം ഗ്യാസ് പാടങ്ങളിൽ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതി കമ്പനിയായ ഖത്തർ എനർജി ഉൽപ്പാദനം നിർത്തിവെച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം തുടർച്ചയായ ഇറാന്റെ ആക്രമണം മൂലം വലിയ പ്രതിസന്ധിയിലാണ് അവിടുത്തെ പല എണ്ണപ്പാടങ്ങളും എന്നുള്ളതാണ്. ഈ ഖത്തർ എനർജി ഉൽപ്പാദനം നിർത്തിവെക്കുമ്പോഴേക്കും വലിയ തോതിലുള്ള ആശങ്ക ലോകത്തിനുണ്ടാകുന്നുണ്ട്. 2 ആഴ്ചയായി യുദ്ധമേഖലയിൽ ഏതാണ്ട് 750ഓളം യുദ്ധം തുടരുന്നതിനാൽ 750-ലേറെ ചരക്ക് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് ഏറെ ഗൗരവതരമായ ഒരു സംഗതിയാണ്. അജയ്, ഇത്തരത്തിൽ ഈ ഖത്തറിനെ അടക്കമുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നത് ഒരുപക്ഷെ ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനാകും. ഇന്നലെയും ഇറാൻ തുടർച്ചയായി പറയുകയാണ്, ഞങ്ങൾ ആക്രമണം നിർത്തില്ല, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ വേണം അമേരിക്കയെ നിയന്ത്രിക്കാനും ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാനും എന്നുള്ളത്. അതനുസരിച്ചുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. താനും ഒരു സമ്മർദ്ദതന്ത്രമായി തന്നെ ഇതിനെ കാണണം. രഞ്ജിത്ത്, സാധാരണയായി ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങൾ, ഇവയൊക്കെ സ്വീകരിച്ചു വരുന്ന, അല്ലെങ്കിൽ ഇവയ്ക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് എണ്ണ വിതരണത്തിൽ അല്ലെങ്കിൽ അവയുടെ മറ്റ് കയറ്റുമതികളിൽ ഉൾപ്പെടെ എന്തെങ്കിലും തരത്തിലുള്ള കാലതാമസം, അതുപോലെ ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ, നാശം തുടങ്ങിയവ സംഭവിക്കുകയാണെങ്കിൽ അതിൽ എണ്ണപ്പാടം ഈ വിതരണക്കാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോ സൗദി അറേബ്യ, അതുപോലെ ഖത്തർ അടക്കം ഇപ്പോ ഗൾഫ് മേഖലയിലുള്ള പല രാജ്യങ്ങളും ഇവർക്ക് ഈ എണ്ണപ്പാടങ്ങൾക്ക്, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് പ്രത്യേക ഇൻഷുറൻസും അതുപോലെ തന്നെ പ്രത്യേക ഇളവുകളും ഒക്കെ അനുവദിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലവിൽ അവിടങ്ങളിലൊക്കെ ഉള്ള ഒരു വിജ്ഞാപനം അനുസരിച്ച് പറയുന്നത്, ഈ എണ്ണപ്പാടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ വിതരണത്തിൽ കാലതാമസം നേരിട്ടാലോ ഈ കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവാദികളായിരിക്കില്ല എന്നാണ് പറയുന്നത്. അത് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കൂടിയാണ്. അപ്പോ ഇത്തരത്തിൽ പൊതുവായി തന്നെ അവിടെ എല്ലാ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും കടുത്ത പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. ഇപ്പോ ഈ ഘട്ടത്തിലാണ് നിലവിൽ സൗദി അറേബ്യയിലെ ഷാബ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഖത്തർ എനർജി ലിമിറ്റഡിന് നേരെയുള്ള ആക്രമണം. ഇപ്പോൾ ഇതെല്ലാം ഒരു കനത്ത പ്രതിസന്ധി തന്നെ ഗൾഫ് മേഖലയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, US-ഉം ഈ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളും കൂടെയുള്ള ഒരു പ്രത്യേക കോൺട്രാക്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അടിസ്ഥാന ധാരണ എന്ന് പറയുന്നത് ഈ എണ്ണ വ്യാപാരം അത് നടത്തുന്നത് മുഴുവൻ US ഡോളറിലാകണം. അപ്പോൾ US ഡോളർ വഴി അത് അമേരിക്കയ്ക്ക് നേട്ടമാണ്. അപ്പോൾ അമേരിക്ക തിരിച്ച് ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് ചെയ്യുന്ന സഹായം എന്ന് പറയുന്നത്